Flavors of AB Kitchen. Assalamu alaikum friends, welcome back to our channel. ഇന്ന് നമുക്ക് ചോറിന് കറിയൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനെ ഉള്ളിക്കറിയെന്നോ ഉള്ളിപ്പുളിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. വെറും സിമ്പിളാണ്, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഉപ്പും പുളിയും എരിവും ഒക്കെയുള്ള കറിയാണ്. ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ, അത്ര ടേസ്റ്റിയാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് വാളംപുളി എടുത്ത് വെള്ളത്തിലിടണം. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട്. 1/4 കിലോ ചെറിയുള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ വേണം, കടുക്, മുളക്, മല്ലി, മഞ്ഞൾപ്പൊടി. ഇനി ആവശ്യത്തിന് വെള്ളം വേണം, പഞ്ചസാര, ഉപ്പ് വേണം. പഞ്ചസാര ഓപ്ഷണലാണ്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഉള്ളി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുകെല്ലാം ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണാണ്. അത് ചേർത്ത് നന്നായി ഇതിൻ്റെ കളറ് മാറി വരണം, എന്നാലും നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടുകയുള്ളൂ. നന്നായി മൂത്ത് വരണം, കരിഞ്ഞു പോകരുത് കേട്ടോ. ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കുന്ന പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ആ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി 1-2 സെക്കൻഡ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം. ആ പുളിയും ആ മുളകും മല്ലിയെല്ലാം ഈ മസാല എല്ലാം നമ്മുടെ ഈ ഉള്ളിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വറ്റിച്ചെടുക്കാം. വറ്റി വരുമ്പോൾ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വരും. അപ്പോഴാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. കറിയുടെ വറ്റി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. കറിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഉപ്പും പുളിയും എരിവും അത്യാവശ്യത്തിന് മധുരം ഒക്കെ ഉള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റിയാണ്. കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിനൊപ്പമൊക്കെ കഴിക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.